എപ്പോഴെല്ലാം രോഗങ്ങളെയോ പ്രയാസങ്ങളെയോ ബുദ്ധിമുട്ടുകളെയോ നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ടോ അതിന്റെ മുമ്പോ പിമ്പോ ഉള്ള ഏതെങ്കിലും ഒരു ജീവിത രീതി എടുത്തു നോക്കിയാൽ അള്ളാനെ മറന്നൊരനുഭവമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തിനെ അവഗണിച്ചൊരനുഭവമോ ഏതെങ്കിലും ഒന്ന് നമുക്ക് എടുത്തു പറയാൻ കഴിയും. അതിലൊരു സംശയവും വേണ്ട. കാരണം മുഅ്മിനീങ്ങൾ യഥാർത്ഥ വഴിയിൽ നിന്ന് തിരിയുമ്പോൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ചില പരീക്ഷണങ്ങൾ നൽകുന്നതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴെല്ലാം പരീക്ഷണങ്ങൾ വന്നിട്ടുണ്ടോ, എപ്പോഴെല്ലാം ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടോ, എപ്പോഴെല്ലാം സങ്കീർണതകളിലൂടെ സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ടോ അതിന്റെ മുമ്പുള്ള ഏതെങ്കിലും ഒരു പശ്ചാത്തലം ഒന്ന് ആലോചിച്ചു നോക്കൂ. അള്ളാനെ മറന്ന അനുഭവങ്ങളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്ത് അവഗണിച്ച അനുഭവങ്ങളോ ഏതെങ്കിലും ഒന്ന് എടുത്തു പറയാനുണ്ടാകും. അല്ലാഹുവേ, മദീന മുനവ്വറയിൽ കിടന്നുറങ്ങുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സ് സന്തോഷിപ്പിക്കുന്ന രൂപത്തിൽ ജീവിതത്തെ ക്രമീകരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരു ചെറിയ സുന്നത്ത് ഞാൻ കേൾപ്പിക്കാം. അഥവാ എല്ലാ ഹദീസ് പണ്ഡിതന്മാരും ഉദ്ധരിച്ചൊരു ഹദീസാണ്. ഇദാ ദഖല الرجل بيته فذكر الله عز وجل فذكر الله عز وجل عند دخوله وعند طعامه قال الشيطان لا مبيت لكم ولا عشاء فإذا دخل فلم يذكر الله عز وجل عند دخوله قال الشيطان أدركتم المبيت وإن لم يذكر الله سبحانه وتعالى عند طعامه قال الشيطان أدركتم المبيت والعشاء. ഓരോ സുന്നത്തിൽ നിന്നും നമ്മളിങ്ങനെ വ്യതിചലിക്കുമ്പോൾ ജീവിതത്തിൽ അപകടങ്ങൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, സങ്കീർണതകൾ ഉണ്ടാകും എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ബറക്കത്തിന്റെ നഷ്ടമുണ്ടാകും എന്ന് കാണിക്കാൻ വേണ്ടി ഒരൊറ്റ ഉദാഹരണത്തിന് വേണ്ടി കേൾപ്പിക്കുകയാണ് ഈ ഹദീസ്. അഥവാ വീട്ടിലേക്ക് കടക്കുമ്പോൾ, ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുമ്പോൾ ആരെങ്കിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയാൽ ഖാല ശൈത്താൻ, ശൈത്താൻ തന്റെ കൂട്ടാളികളോട് പറയുന്നതാണ്, ലാ മബീത ലക്കും വലാ അശാ, ഇന്ന് നിങ്ങൾക്ക് ഇവിടെ നിശാവാസമില്ല, ഇന്ന് നിങ്ങൾക്ക് ഇവിടെ ഭക്ഷണമില്ല എന്ന് ആ വീട്ടിൽ കയറിയ ശൈത്താൻ തന്റെ കൂട്ടാളികളോട് പറയുന്നതാണ്. വീട്ടിലേക്ക് കടക്കുമ്പോഴും ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയാൽ ശൈത്താൻ തന്റെ കൂട്ടാളികളോട് പറയും, ഇന്ന് ഈ വീട്ടിൽ നിശാവാസമില്ല, ഇന്ന് ഈ വീട്ടിൽ ഭക്ഷണവുമില്ല. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾപ്പിക്കുന്നത് പോലെ വീട്ടിൽ കടക്കുമ്പോഴോ ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുമ്പോഴോ ബിസ്മി ചൊല്ലാതിരുന്നാലോ, ഒരു ചെറിയ സുന്നത്താണ്, ബിസ്മി ചൊല്ലാതിരുന്നാലോ ശൈത്താൻ തന്റെ കൂട്ടാളികളോട് പറയും, അദ്റക്തുമുൽ മബീത വൽ അശാ, അദ്റക്തുമുൽ മബീത വൽ അശാ, അദ്റക്തുമുൽ മബീത വൽ അശാ. ഇന്ന് നിങ്ങൾക്ക് ഈ വീട്ടിൽ കിടന്നുറങ്ങാൻ അവസരമുണ്ട്, ഇന്ന് ഈ വീട്ടിൽ നിങ്ങൾക്ക് ഭക്ഷണമുണ്ട്. ശൈത്താനും അവന്റെ കൂട്ടാളികൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി, നിശാവാസത്തിന് വേണ്ടി സൗകര്യമൊരുക്കുന്ന ഭവനമായി നമ്മുടെ ഭവനം മാറുമ്പോൾ അത് മാറുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊരു ചെറിയ സുന്നത്ത് ഉപേക്ഷിക്കുന്നതിലൂടെയാണ്. അല്ലാഹുവേ, സുന്നത്ത് കഴിവിന്റെ പരമാവധി ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, ഉമ്മമാരെ, ബാപ്പമാരെ, നമ്മുടെ ജീവിതത്തിൽ പ്രവാചക സ്നേഹവും അതിന്റെ അനുരണനങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ മക്കളിലും അതുണ്ടാകുന്നതാണ്. സ്വഹാബത്തിന്റെ ഒരു രീതി നോക്കൂ നിങ്ങൾ. ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമയുടെ ഒരു ഹദീസ് അൽ ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു എടുത്തു ധരിക്കുന്നുണ്ട്. അഥവാ ഹിന്ദ് ഇബ്നു അബി ഹാല എന്ന തന്റെ അമ്മാവന്റെ അരികിൽ വന്ന് ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമാ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടി ഹിന്ദ് ഇബ്നു അബി ഹാല എന്ന സ്വഹാബിയുടെ അരികിൽ വന്നിരുന്നു കൊണ്ട് ആവശ്യപ്പെടും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യം ഒന്ന് വിശദീകരിച്ചു തരുമോ, സൗന്ദര്യം ഒന്ന് വിശദീകരിച്ചു തരുമോ, സൗന്ദര്യം ഒന്ന് വിശദീകരിച്ചു തരുമോ. ഹിന്ദ് ഇബ്നു അബി ഹാല സ്വഹാബിയാണ്.
ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമാ അവരും സ്വഹാബിയാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്ദരമായ വദനം മേനി കണ്ടവരാണ്. ആ സദസ്സിൽ സമയം ചെലവഴിച്ചവരാണ്. എന്നിട്ടും അവർ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യം കേൾക്കാനാണ്, ജമാല് കേൾക്കാനാണ് അവർ അവസരം കണ്ടെത്തുന്നത്. ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമാ ഹിന്ദ് ഇബ്നു അബീ ഹാല എന്ന സ്വഹാബിയോട് പറയുന്നു, എനിക്ക് മുത്തിന്റെ സൗന്ദര്യം നിങ്ങളുടെ ചുണ്ടിൽ നിന്ന് കേൾക്കണം. സ്നേഹം മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടി തിർമിദി റളിയല്ലാഹു അൻഹു ഹിന്ദ് ഇബ്നു അബീ ഹാല റളിയല്ലാഹു അൻഹുവിന്റെ ദൈർഘ്യമേറിയ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ കാണാം, കാനൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖ്മൻ മുഫഖമ യതലഅ വജ്ഹുഹു തലഅലു വൽ ഖമരി ലൈലത്തുൽ ബദർ അത്വല മിനൽ മർബൂ അഖ്സറ മിനൽ മുശദ്ദബ് അളീമൽ ഹാമ റജുല الشعر إن فرقت عقيقته فرقا وإلا فلا يجاوز شعره شحمة أذنيه إذا هو وفرا أزهر اللون واسع الجبين أزج الحواجب سوابغ في غير قرن بينهما عرق يدره الغضب أقنى العرني له نور يعلو يحسبه من لم يتأمل وشم كف اللحية سهل الخدين ضليع الفم مفلج الأسنان دقيق المسربة كأن عنقه جيد دمية في صفاء الفضة معتدل الخلق بادر متماسك سواء البطن والصدر عريض الصدر بعيد ما بين المنكبين لخم الكراديس أنظر المتجرد موصول ما بين اللبة والسرة بشعر يجري كالخطو عري الثديين والبطن مما سوى ذلك أشعر الذراعين والمنكبين وعالي الصدر طويل الزندين شفن الكفين والقدمين رحب الراحة سائر الأطراف خمسان الأخمسين مسيح القدمين ينبو عنهما الماء إذا زال تقلعا ويخطو تكفيا ويمشي هونا ذريع المشيا إذا مشى فكأنما ينحط من صبب وإذا التفت جميعا خافض الطرف ونظره إلى الأرض يطول من نظر إلى السماء جل نظره الملاحظة ويسوق أصحابا ويبدر من لقي بالسلام صلى الله عليه وسلم. രണ്ടുപേരും സഹാബികളായിരിക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം മനസ്സിൽ പതിപ്പിക്കാൻ വേണ്ടി ഹിന്ദ് ഇബ്നു അബീ ഹാല എന്ന സഹാബിയുടെ ചുറ്റുവട്ടത്തും കൂടി ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമ ആ സൗന്ദര്യമൊന്ന് പറഞ്ഞു തരുമോ, ആ സൗന്ദര്യമൊന്ന് പറഞ്ഞു തരുമോ, ആ സൗന്ദര്യമൊന്ന് പറഞ്ഞു തരുമോ എന്ന് ആവശ്യപ്പെടുകയാണ്. ഇവിടെ സാന്ദർഭികമായി ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ മുത്തിനോട് സ്നേഹം അനുഭവിപ്പിക്കുന്ന രൂപത്തിൽ എന്തെങ്കിലും നിങ്ങളുടെ ചുണ്ടിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് ആ മക്കൾ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, ആ മക്കൾ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുകയാണ്.